ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്വാല കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ്. ഞങ്ങളുടെ നാട്ടിലോട്ടൊക്കെ ഇതിനെ പഴം നുള്ളിയിട്ടത് എന്നാണ് പറയുന്നത് കേട്ടോ. പഴം നുള്ളിയിട്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 6 ചെറുപഴമാണ്. പാളയംകോടൻ പഴമാണ് കേട്ടോ. ഇതൊന്ന് നമുക്ക് തൊലി കളഞ്ഞ് എടുക്കാം. പഴം നുള്ളിയിട്ടത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് പാളയംകോടൻ പഴമാണ് ഏറ്റവും നല്ലത്. ചെറുപഴം ഏത് വെച്ചിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം, പക്ഷേ പാളയംകോടൻ പഴമാണ് ആ പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ടേസ്റ്റ് കിട്ടുന്നത്. പാളയംകോടൻ പഴം ഇല്ലെങ്കിൽ ഞാലിപ്പൂവിനോ ഇതേപോലെ കദളിപ്പഴം വെച്ചിട്ടും ഉണ്ടാക്കാം കേട്ടോ. പാളയംകോടൻ പഴം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാക്കുന്നത് കദളിപ്പഴം വെച്ചിട്ടുണ്ടാക്കാറുണ്ട്, റോബോസ്റ്റ് വെച്ചിട്ടും ചെയ്യാറുണ്ട്. അധികം വലിപ്പം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ 6 എടുത്തത്. നല്ല വലിപ്പമുള്ളതൊക്കെ ആണെങ്കിൽ ഒരു 5 വരെ എടുത്താൽ മതി. ഇതേപോലെ നല്ലതുപോലെ ഒന്ന് കൈ വെച്ചിട്ടാണേലും ഒന്ന് ഞവടി കൊടുത്താലും മതി. നല്ലപോലെ ഞവടി കൊടുക്കണേ. നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം. ഇനി ഇതുപോലെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മിക്സിയിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് അരഞ്ഞു കിട്ടും. ഈ ഒരു രീതിയിൽ ഞവടി എടുത്താൽ മതി. 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 5 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് വേണം നമ്മളിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് നോക്കിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നമ്മുടെ പഴം മാറുന്നതിനനുസരിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന നുള്ളിയിട്ടതിൻ്റെയും ടേസ്റ്റിന് ചെറിയൊരു വ്യത്യാസം ഉണ്ടാകും കേട്ടോ. ആ പഴത്തിൻ്റെ ടേസ്റ്റാണ് നമുക്ക് കൂടുതലായിട്ട് വേണ്ടത്. മധുരം ബാലൻസ് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഒരു 2-3 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണേ. നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഒരു കപ്പ് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം ഒന്നിച്ച് മുഴുവൻ ചേർത്ത് കൊടുക്കണ്ട. ആദ്യം കുറച്ച് ചേർത്ത് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി ചേർത്ത് കൊടുക്കുക. പഴം നുള്ളിയിട്ടതിലേക്ക് നമ്മൾ വെള്ളം ചേർക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ കുറേശ്ശെ വേണം പൊടി ചേർത്തിട്ട് ഇളക്കി കൊടുക്കാനായിട്ട്. പൊടി ഒന്നിച്ച് ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാടങ്ങ് കട്ടിയായി പോകും. ഒരുപാടങ്ങ് കട്ടിയായി പോകാനും പാടില്ല, എന്നാൽ ഒരുപാട് ലൂസായി പോകാനും പാടില്ല. ആ ഒരു രീതിയിൽ വേണം. അതുകൊണ്ട് കുറേശ്ശെ മാത്രം പൊടി ചേർത്ത് കൊടുത്തിട്ട് ഇളക്കിയെടുക്കണേ. 1 കപ്പ് മൈദപ്പൊടി എടുത്തതിൽ 2 ടേബിൾ സ്പൂൺ ബാക്കി വന്നിട്ടുണ്ട്. നമ്മുടെ പഴത്തിൻ്റെ വെള്ളം മാത്രമേ വരുന്നുള്ളൂ, അതല്ലാതെ എക്സ്ട്രാ വേറെ വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. അതുകൊണ്ട് ആ ഒരു രീതി മാത്രം മാവ് കുഴച്ചെടുക്കാവുള്ളൂ. ഈ ഒരു സമയത്ത് മധുരവും കൂടി നോക്കുക. മധുരം വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കാവേ. അരമണിക്കൂർ വെച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ ആ ഒരു സമയത്ത് ബേക്കിംഗ് സോഡ ചേർത്താൽ മതി. ഞാനിപ്പോൾ തന്നെ ഉണ്ടാക്കുവാണ്, അതുകൊണ്ട് ഞാൻ ഈ ഒരു സമയത്ത് തന്നെ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുക. ബേക്കിംഗ് സോഡ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കണേ. കളറ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ചേർക്കണമെന്ന് ഒട്ടും നിർബന്ധമില്ല കേട്ടോ. നമുക്ക് ഒരു കളറ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുന്നതാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണം ഇരിക്കാനായിട്ട്. കണ്ടോ, കോരി ഒഴിക്കുമ്പം പെട്ടെന്ന്
ലൂസായിട്ട് ചാടി പോകാൻ പാടില്ല. ആ ഒരു രീതിയിൽ ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പഴം നുള്ളി പൊരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഏതെണ്ണയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള എണ്ണ യൂസ് ചെയ്യാവേ. അതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാവില്ലേ, കൈയൊന്ന് നനച്ച് കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ കുറേശ്ശെ എടുത്തിട്ട് ചേർത്ത് കൊടുക്കണേ. ഒരു ലോ ടു മീഡിയത്തിൽ മതി, ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, പെട്ടെന്ന് കരിഞ്ഞു പോകും. എണ്ണ നല്ലതുപോലെ ചൂടായി കഴിയുമ്പം നമുക്ക് ഇതേപോലെ കുറേശ്ശെ നുള്ളി ഇട്ട് കൊടുക്കാം. അതുകൊണ്ടാണ് കേട്ടോ ഇതിന് നുള്ളിപ്പൊരിച്ചതെന്ന് പറയുന്നത് തന്നെ. ഒത്തിരി ഒന്നിച്ചിട്ട് കൊടുക്കണ്ട, ഒരു സൈഡ് ആകുമ്പോഴേക്കും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാവേ. ചെറുപഴമൊക്കെ അധികവും നമ്മുടെ വീട്ടിലുണ്ടാവാറുണ്ട് കേട്ടോ. എപ്പോഴും ആ ഒരു സമയത്ത് പഴമൊക്കെ അധികം പഴുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിക്കാനൊക്കെ എല്ലാവർക്കും മടിയായിരിക്കും. ആ ഒരു സമയത്ത് ഇതുപോലെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ കുട്ടികളൊക്കെ നന്നായിട്ട് കഴിച്ചോളും. ലോ ടു മീഡിയത്തിൽ വെച്ചാൽ മതി. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചും മറിച്ചും ഇട്ട് നമുക്കിത് നല്ലതുപോലെ പൊരിച്ചെടുക്കാം. ഒരുപാട് മധുരം ചേർത്ത് കഴിഞ്ഞാൽ ഇത് വിട്ട് വരാൻ പാടായിരിക്കും, എല്ലാം കൂടെ ഒട്ടിപ്പിടിച്ച് പോവും. അപ്പം മധുരമൊക്കെ നോക്കിക്കഴിഞ്ഞതിന് ശേഷം മാത്രം ഉണ്ടാക്കിയെടുക്കണേ. അതുപോലെ തന്നെ പഴത്തിൻ്റെ ടേസ്റ്റ് ആയിരിക്കണം മുമ്പിൽ നിൽക്കേണ്ടത്, ഒരുപാട് പൊടിയുടെ ടേസ്റ്റ് മുമ്പിൽ വരരുത് കേട്ടോ. ഈ 2-3 കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്, നമുക്കിത് കോരിയെടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി പൊരിച്ചെടുക്കാവേ. പഴം വീട്ടിലുണ്ടെങ്കിൽ എല്ലാവരും ഇപ്പം തന്നെ ഉണ്ടാക്കി നോക്കുക. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യണേ. ഒരു സൈഡ് കളറൊക്കെ മാറി വരുമ്പോഴേക്കും നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ആ ഒരു രീതിയിൽ നമുക്കിത് മുഴുവൻ പൊരിച്ചെടുക്കാം. ഒരുപാട് മാവ് ലൂസായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എണ്ണ നന്നായിട്ട് കുടിക്കും കേട്ടോ. രണ്ടാമതിട്ടതും ഫ്രൈ ആയിട്ടുണ്ട്, നമുക്കത് കോരിയെടുക്കാം. ഒട്ടും എണ്ണയൊന്നും കുടിക്കുന്നില്ല കേട്ടോ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നമ്മുടെ പഴം നുള്ളിപ്പൊരിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇത്രയുമാണ് കേട്ടോ ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പം എല്ലാവരും പഴമുള്ള സമയത്ത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്